ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. യാതൊരുവിധ 18 വയസ്സ് കഴിഞ്ഞ ഏത് വ്യക്തികൾക്കും ഈ കമ്പനിയിൽ പ്രോഡക്റ്റ് എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു റിസ്ക്കും ഇല്ല. ക്യാപിറ്റൽ നോൺ ക്യാപിറ്റൽ റിക്വയർ, ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യേണ്ട. നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ആ പ്രോഡക്റ്റ് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നു. കൊടുക്കുന്ന ക്യാഷിനുള്ള മൂല്യവർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നു. ഹൈ റവന്യൂ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഹൈ റവന്യൂ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് 100% നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 100% ലീഗലാക്കി കേന്ദ്ര ഗവൺമെന്റ്. അതേപോലെ തന്നെ 2025 ഫെബ്രുവരി 19 മോണിറ്ററിംഗ് മെക്കാനിസം ഫോർ ഡയറക്ട് സെല്ലിംഗ് ആൻഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മളെ കേരള ഗവൺമെന്റും അതിന് ഒരു മോണിറ്ററിംഗ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പറയുന്നത് പോലെ, നിങ്ങൾ ആരാണോ ഇത് പരിചയപ്പെടുത്തിയത് ആ വ്യക്തി പറയുന്നത് പോലെ നമ്മൾ അത് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് 2 പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ റെഡി ആണെങ്കിൽ, ആർ യു റെഡി ഫോർ സ്റ്റാർട്ട് യുവർ ബിസിനസ്? 7 ടൈപ്പ് ഓഫ് ഇൻകം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കമ്പനി റെഡിയാണ്, കമ്പനി തരാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഫസ്റ്റ് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർ ഫാമിലി ബോണസ് ഉണ്ട്, അതേപോലെ തന്നെ അവയർനെസ് ബോണസ് ഉണ്ട്, അതേപോലെ ടീം റീപർച്ചേസ് ബോണസ് ഉണ്ട്, അതേപോലെ തന്നെ സർപ്രൈസ് ബോണസ് ഉണ്ട്, അത് പിക്കപ്പ് സെന്റർ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് പറഞ്ഞിട്ടുള്ള കമ്മീഷൻ ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് കമ്പനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കമ്പനി പറയുന്നത് ഒരു PV, ഇത് PV ബേസിക് ചെയ്താണ് കമ്പനി. നമ്മൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിന് കൊടുക്കുന്ന ക്യാഷിന് നമുക്ക് PV ബേസ് ചെയ്തിട്ടാണ് തരിക. ഒരു PVക്ക് അവയർനെസ് ബോണസ് ആയിട്ട് തരുന്നത് 8 രൂപ 80 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് ഉണ്ട്, അതായത് 19,300 രൂപക്ക് 100 PV ആണ് അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഫാമിലി കിറ്റാണ്. ഒരാൾക്ക് ഉപയോഗിക്കാൻ 6x3 സൈസിൽ 6 പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. 6x3 സൈസിൽ ഒരു മാട്രസ് പാഡ്, പില്ലോ പാഡ്, റിസ്റ്റ് ബാൻഡ് 2 ഉണ്ടാവും, ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാവും, വാട്ടർ റേഞ്ച് പാഡ് 6 ഉണ്ടാവും. അത് ഫാമിലി കിറ്റാണ്. 19,300 100 PV. അതിൽ 2 പേർക്ക് ഉപയോഗിക്കാനുള്ള സെറ്റ് ഉണ്ടാവും, 12 അതിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫാമിലി കിറ്റാണ്. 16,500 100 PV ആണ്. സെമി ഡിലക്സ് ഉണ്ട് 14,600 100 PV ആണ്. ഇതിലൊക്കെ ഡബിൾ ആണ്. ഫാമിലി കിറ്റാണ്. ഈ 19,300 സിംഗിൾ ഒരാൾക്ക് ഉപയോഗിക്കാനുള്ള 6 പ്രോഡക്റ്റ് കിട്ടുന്ന സൂപ്പർ പ്രീമിയം സിംഗിൾ 10,750 PV ആണ്. സൂപ്പർ ഡീലക്സ് 16,500 പറഞ്ഞത് 9,700 കൊടുത്താൽ 50 PV ആണ് ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 14,600 സെമി ഡീലക്സിന് 8,400 ഒരാൾക്ക് ഉപയോഗിക്കാനുള്ള 6 പ്രോഡക്റ്റ് അതിലുണ്ടാവും, 50 PV ആണ്. ഇനി ഇതൊന്നുമില്ല, എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ മൈക്രോ സൈസ് കിറ്റ്, വാട്ടർ റേഞ്ച് പാഡ്, റിസ്റ്റ് ബാൻഡ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ കിറ്റ് കിട്ടും. 5,200 25 PV ആണ് ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നാനോ സൈസ് കിറ്റ്, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ റിസ്റ്റ് ബാൻഡ്, വാട്ടർ റേഞ്ച് പാഡ് 4,200 രൂപയ്ക്ക് 13 PV ആണ് ഇതിന്. അതേപോലെ തന്നെ അൾട്രാ ബെറി ജ്യൂസ് 2 ലിറ്ററിൽ 4,400 13 PVക്ക് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതും വേണ്ട, അതും പറ്റില്ലെങ്കിൽ, ക്യാഷ് ഇല്ല, എനിക്കൊരു ബിസിനസ് ചെയ്യണം, എനിക്കൊരു അവസരം കിട്ടണം എന്ന് പറയുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾക്ക് ഏത് 18 വയസ്സ് കഴിഞ്ഞ വ്യക്തിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ചാൻസ് കമ്പനി തന്നത് സ്റ്റാർട്ട് കിറ്റ് 3,700 രൂപ 13 PV വെച്ചിട്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി പറയുന്ന ഡോക്യുമെന്റുകൾ, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക് അവര് ചോദിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ കയ്യിലെ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു 10 അക്ക യൂണിക് ID നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, 2 വ്യക്തികളിലേക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് എത്തിച്ചു കൊടുക്കും. 2 വ്യക്തികളിലേക്ക്. അത് എങ്ങനെ എത്തിക്കാം, ഒരു 50 PVയുടെയും ഒരു 100 PVയുടെയും. അത് എനി സൈഡ് 2 ലെഗാണ്. സിസ്റ്റം പ്രകാരമാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. സിസ്റ്റം പ്രകാരം 2 ലെഗ് ആയിട്ടാണ് പോകുക. അങ്ങനെയാണെങ്കിൽ അതായത് 1:2, 2:1 ഏത് സൈഡിൽ വന്നാലും അല്ല, ഒരു ഭാഗത്ത് 100 PVയും മറുഭാഗത്ത് 50 PVയും വരണം. അപ്പൊ ജീനിയസ് സൈഡ് എന്ന് ഞാൻ പറയുന്നു. ജീനിയസ് സൈഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു 100 PVയും വിന്നർ സൈഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു 50 PVയും. ഇത് മറിച്ചും ആവാം. വിന്നർ സൈഡിൽ 100 PV ആവാം, ജീനിയസ് സൈഡിൽ 50 PV ആവാം. ഏത് സൈഡിൽ വന്നാലും കുഴപ്പമില്ല. ഇവിടെ 100ഉം 50ഉം 2 ഭാഗങ്ങളിലായിട്ട് ഓരോ ഭാഗങ്ങളിലായിട്ട് വരണം. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഒരു ഇൻകം, ഒരു സ്റ്റാർട്ടിങ് ഗിഫ്റ്റ് ആയിട്ട് 440 രൂപ കമ്പനി നമുക്ക്
ഇൻകം ആയിട്ട് തരും. ഇവിടെ കമ്പനി ബിസിനസ് ക്ലോസിംഗ് 2 സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. 2 ടൈമിൽ നമുക്ക് ഈ ബിസിനസ് ക്ലോസ് ചെയ്യാം. അതായത് രാവിലെ 5 മുതൽ വൈകിട്ട് 5 മണി വരെ ബിസിനസ് ചെയ്യുന്നതിന് ക്ലോസ് ചെയ്യും. വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ബിസിനസ് ചെയ്യുന്നതിന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് 3 ദിവസത്തെ കൂട്ടിയിട്ട് 4ാമത്തെ ദിവസം നമ്മളെ ട്രാൻസ്ഫർ ചെയ്ത് തരും. 3 ദിവസത്തെ വരുമാനം 4ാമത്തെ ദിവസം നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇങ്ങനെ നമ്മൾ ഈ ക്രൈറ്റീരിയ ഭിന്നായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് സൂപ്പർ അവയർനെസ് ബോണസ് എന്നാണ്. സൂപ്പർ അവയർനെസ് ബോണസ് നമ്മൾ ക്രൈറ്റീരിയ ഭിന്നായി കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർ അവയർനെസ് ബോണസ് നമ്മൾ സെയിൽ നടക്കുക. അങ്ങനെ സെയിൽ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അവയർനെസ് ബോണസിന് 8 രൂപ 80 പൈസയാണ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജീനിയർ സെയിലിൽ 13 PVയും വിന്നർ സെയിലിൽ 13 PVയും വരുമ്പോൾ 114 രൂപ നമുക്ക് വരുമാനമായിട്ട് കിട്ടും. അതേസമയം 25 മാച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാച്ചിങ്ങിനാണ് പൈസ. 25 PV ജീനിയർ സെയിലിൽ 25 PV വിന്നർ സെയിലിലും മാച്ച് ചെയ്യുമ്പോഴാണ് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ 220 കിട്ടും. 50 PV ആണെങ്കിൽ 440, 100 PV ആണെങ്കിൽ എത്ര കിട്ടുന്നത്? 880 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 ലെഗാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് പോകുന്നത്. 2 ലെഗും ഒരേപോലെ പോകുന്നില്ല. ഒരു സൈഡ് നന്നായിട്ട് കയറി വരും ബിസിനസ്, ഒരു സൈഡ് സ്ലോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു സൈഡിൽ 500 PV വന്നു, അങ്ങനെയും തരാം. അങ്ങനെ വരുന്ന സമയത്ത് മറുഭാഗത്ത് 200 PV വന്നുള്ളെങ്കിൽ എന്ത് ചെയ്യും? 200 PV ഏതാണോ ചെറുത് വന്നത് അതിനെ മാച്ച് ചെയ്തിട്ട് അതിന്റെ ഇൻകം 1660 രൂപ നമുക്ക് തരും. അതേസമയം ഈ ബാക്കി 300 PV, ഒരു ഭാഗത്ത് 500 ഉണ്ടായിരുന്നെങ്കിൽ 200 എടുത്തിട്ടുള്ളൂ, ബാക്കി 300 PV ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് സപ്പോസ് ബിസിനസ് ഒന്നും വന്നില്ല എന്ന് നമ്മുടെ വിന്നർ സൈഡിൽ ബിസിനസ് 300 PV വന്നു, 200 വരുന്ന 200 എടുത്തിട്ട് അതിന് മാച്ച് ചെയ്യും. ആ 300 PV അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ക്യാരി ഫോർവേഡ് ആയിട്ട് കിടക്കുന്ന 300 PVയെ എന്ത് ചെയ്യും? കമ്പനി ഈ വിന്നർ സൈഡിൽ വന്നതിനെ മാച്ച് ചെയ്തിട്ട് 2640 രൂപ നമുക്ക് കമ്പനി തരും. ഇങ്ങനെയാണെങ്കിൽ മാക്സിമം ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 12 ഹവേഴ്സ് ആണ്. 5 to 5 മാക്സിമം ഒരു സൈക്കിളിൽ 1000 PV വരെയുള്ള കമ്പനി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ 1000 PVയും മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 12 മണിക്കൂർ ഹാഫ് ഡേ ഇൻകം 8800 രൂപ നേടിയെടുക്കാൻ സാധിക്കുന്ന സുഖസുന്ദരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഇന്നൊരു 50 PV വന്നു, നാളെയോ മറ്റന്നാളോ ഒരു മാസമോ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഒരു സൈഡിൽ വരുന്നതെങ്കിൽ എപ്പോഴാണോ മാച്ച് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ഇൻകം ജനറേറ്റ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക നമ്മുടെ അക്കൗണ്ടിലേക്ക്. ക്ലിയർ ആയി വിചാരിക്കുന്നു. അതായത് നമ്മളുടെ ഒരു സൈഡിൽ ഇന്ന് ബിസിനസ് നടന്നു ഒരു 50 PV, നാളെയോ മറ്റന്നാളോ ഒരു സൈഡിൽ നടന്നു, അപ്പോഴാണ് നമുക്ക് ഇത് മാച്ച് ചെയ്യുന്നത്. അപ്പൊ ആ മാച്ച് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് ഇൻകം ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു സൈക്കിളിൽ 8800 ആണെങ്കിൽ ഒരു ദിവസത്തിൽ 2 ബിസിനസ് ക്ലോസിംഗ് ആണ് ഞാൻ പറഞ്ഞത്. പെർ സൈക്കിൾ 800 into 2, 2 സൈക്കിൾ പെർ ഡേ 17600 രൂപ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം വേണമെങ്കിൽ എടുക്കാം. സിമ്പിൾ ആയിട്ട് എടുക്കാം. എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ഇനി നമ്മുടെ ഈ സൂമിൽ പിന്നെ ഇഷ്ടം പോലെ വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഏറ്റവും വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഇൻകങ്ങൾ നേടി വളരെ കോടികളൊക്കെ പെട്ടെന്ന് ഏൺ ചെയ്ത ഒരു ഇൻകമാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാനില്ല. ചെയ്യേണ്ടത് ഞാൻ അവിടെ നേരത്തെ പറഞ്ഞത്, എപ്പോഴാണോ ഇന്ന് 100 PV നാളെ മറ്റന്നാൾ 100 PV വരുമ്പോൾ മാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അവയർനെസ് ബോണസ് എങ്കിൽ, ഇവിടെ സൂപ്പർ ഫാമിലി ബോണസ് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ അവയർനെസ് ബോണസിന് കിട്ടിയത് 880 രൂപയാണെങ്കിൽ ഇവിടെ സൂപ്പർ ഫാമിലി ബോണസ് മാച്ച് ചെയ്യുമ്പോൾ ഒരു PVക്ക് അഡീഷണൽ എക്സ്ട്രാ 59 രൂപ 40 പൈസ കൂടി എക്സ്ട്രാ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ അതിന് ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ 12 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ ബിസിനസിന് കമ്പനിക്ക് കൊടുക്കുക. ഇന്നിപ്പോ ഒരു ബിസിനസ് 100 PVയുടെ അല്ലെങ്കിൽ ഇന്നൊരു 50 PVയുടെ ബിസിനസ്സിൽ നിന്ന് നടക്കുകയാണ്. സപ്പോസ് ഇന്നൊരു 50 PVയുടെ നടക്കുകയാണ്, നാളെ നമുക്ക് എന്ത് ചെയ്യാണ്? ഒരു 50 PVയുടെ ഉണ്ടെങ്കിൽ നമുക്കാണ് ഇതിന്റെ അനുവാദം തന്നിട്ടില്ല എപ്പോഴാണോ കമ്പനിക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇന്ന് ഒരു ബിസിനസ് നടന്നു, അതിന്റെ പൈസ നമ്മൾ മേടിച്ചിട്ട് റെഡിയാക്കി വെക്കുക. നാളെ നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് നാളെ കമ്പനിയിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് സൂപ്പർ അവയർനെസ് ബോണസ് 440, സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്നത് 2970 രൂപ.
ഒറ്റ കാര്യം ചെയ്തോളൂ. അവിടെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്തു, ഇത് രണ്ടും ഒരുമിച്ച് കമ്പനിക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടോട്ടൽ 3410 രൂപ നമുക്ക് നേടിയെടുക്കാം. 100 PV ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. 880 രൂപ സൂപ്പർ അവയർനെസ് ബോണസ് ആണെങ്കിൽ, ഫാമിലി ബോണസ് 5940 രൂപ നമുക്ക് നേടാം. ടോട്ടൽ 6820 രൂപ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. 100 PVയുടെ 2 സെയിൽ വെച്ചാൽ നമുക്ക് ഒരു പകല് സമയത്ത് 2 സെയിൽ വെച്ചാൽ 6820 രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറും. വളരെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ് പ്ലാറ്റ്ഫോം ആണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ടോട്ടലി ഒന്ന് നോക്കി നോക്കാം. ഒരു അവയർനെസ് ബോണസും ഫാമിലി ബോണസും ടോട്ടൽ ചെയ്താൽ ഹാഫ് ഡേ സൂപ്പർ അവയർനെസ് ബോണസ് 8800, സൂപ്പർ ഫാമിലി ബോണസ് 5940, 14740 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാഫ് ഡേ ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പെർ ഡേ 2 ക്ലോസിംഗ് ആണ്, 2 സെയിൽ, 2 ടൈമാണ് ക്ലോസിംഗ്. 2 ക്ലോസിംഗില് 29,480 രൂപ നേടിയെടുക്കാൻ പറ്റിയ സൂപ്പർ അവസരമാണ് ഈ ബാറ്റോറിൽ നമുക്ക് തന്നിട്ടുള്ളത്. രാജകുമാരിയിൽ നിന്ന് ഒത്തിരി ലാഭത്തിൽ ഒന്നിച്ചു വാങ്ങാം. രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് ഒരുക്കുന്ന കർക്കിടക കിഴിവ് ഓഫറിന്റെ ഭാഗമായി ജൂലൈ അതല്ല ഇനിയും കിടക്കുന്ന വലിയത്, പിടിച്ചതല്ല കേട്ടതല്ല വലുത്, അതിനേക്കാൾ വലിയതാണ് കിടക്കുന്നത്. മന്ത്ലി സെൽഫ് റീപർച്ചേസ് എന്ന് പറയുന്ന ഒരു ഇൻകം പുതുതായിട്ട് നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഇതിൽ കാണുന്ന ഇഷ്ടപ്പെട്ട സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണും. അതിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം 1100 രൂപയുടെ പർച്ചേസ്. അതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ മാത്രമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ മന്ത്ലി റീപർച്ചേസ്, അതിന്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 11:58, വൈകുന്നേരം 11:58 ഇടയിലും 11:58 രാത്രി പിറ്റേന്ന് ഉച്ചയ്ക്ക് 11:58. ഇതാണ് ഇതിന്റെ ടൈമിങ്. ഇവിടെ നമ്മള് ബിസിനസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്താണ്. ഇവിടെ മന്ത്ലി നമ്മൾ റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മന്ത്ലി റീപർച്ചേസ് ചെയ്യുമ്പോൾ ടീം റീപർച്ചേസ് ബോണസ് ആയിട്ട് നമുക്ക് കമ്പനി തരുന്നത് 0.25 മാച്ചിങ് പോയിന്റ് വാല്യൂവിന് 157 രൂപ 50 പൈസയാണ് കമ്പനി തരുന്നത്. ക്ലിയർ ആവണം. 0.25 മാച്ചിങ് പോയിന്റ് വാല്യൂ 157 രൂപ 50 പൈസയാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ജീനിയസ് സൈഡില് ഒരു 0.25 PV വരുന്നു, വിന്റർ സൈഡിൽ ഒരു 0.25 PV വരുന്ന സമയത്ത് 157 രൂപ 50 പൈസ നമുക്ക് റീപർച്ചേസ് ചെയ്താൽ നമ്മുടെ ടീമിൽ ഇത് ചെയ്താൽ മതി. നമ്മുടെ വിന്നർ സൈഡിലും ജീനിയർ സൈഡിലും ഒരു 0.25 PVയുടെ റീപർച്ചേസ്, അവർ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് റീപർച്ചേസ് ആയിട്ട് സെൽഫ് റീപർച്ചേസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 157 രൂപ 50 പൈസ കിട്ടും. 2 പേര് ചെയ്താൽ മതി. 1100 തൊട്ടിട്ട് ചെയ്യാം. 1100 രൂപ തൊട്ടിട്ട് നമുക്ക് സെൽഫ് റീപർച്ചേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 0.50 PV മാച്ച് ചെയ്യുന്ന സമയത്ത് 315 രൂപ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 0.75 PV മാച്ച് ചെയ്യുന്ന സമയത്ത് 472 രൂപ 50 പൈസ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 PV എന്ന് വെച്ചാൽ 4 പേര് നമ്മളെ ജീനിയർ സൈഡിലും 4 പേര് നമ്മളെ വിന്നർ സൈഡിലും 1100 രൂപയുടെ സെൽഫ് റീപർച്ചേസ് ഓരോരുത്തർ ചെയ്ത് കഴിഞ്ഞാൽ 1 PV ആയി. 1 PV മാച്ച് ചെയ്യുന്ന സമയത്ത് 630 രൂപ കിട്ടും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഫാമിലി ബോണസ് 6820 രൂപയാണ് 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൽഫ് റീപർച്ചേസ് ഒരു 10 PV മാച്ച് ചെയ്യുമ്പോൾ 6300 രൂപ കിട്ടും. 10 PV, മറ്റേ 100 PV ആണ് 6820 രൂപ പറഞ്ഞെങ്കിൽ ഇവിടെ 10 PV മാച്ച് ചെയ്താൽ 6300 രൂപ നമുക്ക് സെൽഫ് റീപർച്ചേസ് ഇൻകം ആയിട്ട് കമ്പനി തരും. മാക്സിമം പെർ സൈക്കിളിൽ 100 PV ആണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. മാക്സിമം ഒരു സൈക്കിൾ എന്ന് പറയുന്ന നമ്മളുടെ റീപർച്ചേസ് ചെയ്യേണ്ട സമയമാണ് 11:58. നമ്മളെ ബിസിനസ് രാവിലെ 5 to വൈകുന്നേരം 5, ഇതിന്റെ ഇടയിൽ നമ്മൾ ഈ സെൽഫ് റീപർച്ചേസ് ചെയ്യുന്ന സമയമാണ് ആഡ് ചെയ്യുന്നത്. ആ സെൽഫ് റീപർച്ചേസ് മാക്സിമം ഒരു 12 മണിക്കൂറിന്റെ ഉള്ളിൽ 100 PV വരെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, 6300 അല്ല 63,000 രൂപ നമുക്ക് ഹാഫ് ഡേ ഇൻകം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. 100 PV മാച്ച് ചെയ്യുന്ന സമയത്ത് പവർ സൈഡ് ക്യാരി ഫോർവേഡ് ആണ്. ഒരു സൈഡിലാണ് ഒരാൾ ഫുള്ള് ടീമുകൾ റീപർച്ചേസ് ചെയ്ത് വെച്ചാൽ അത് അവിടെ ക്യാരി ഫോർവേഡ് ആണ്. ഇപ്പുറത്ത് എപ്പോ മാച്ച് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഈ പൈസ കമ്പനി
വരും. അങ്ങനെയാണെങ്കിൽ പെർ സൈക്കിളിൽ 63,000 രൂപയാണ് തരുന്നതെങ്കിൽ 2 സൈക്കിളാണ് ഇൻഡു 2 വരുമ്പോൾ പെർ ഡേ 1,26,000 രൂപ നമുക്ക് സെൽഫ് റീപർച്ചേസ് ഇൻകമായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഈ സെൽഫ് റീപർച്ചേസ് എടുക്കുമ്പോൾ നമുക്കൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു MBVയും അതുപോലെ തന്നെ ഒരു 12 ഹവേഴ്സ് ഒരു സൈക്കിൾ മുതൽ ഒരു വർഷം വരെ നമുക്ക് ടോട്ടൽ ചെയ്താൽ എത്ര ഇൻകം കയറും എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇപ്പോ 0.25 MBV നമുക്ക് മാച്ചിങ് സമയത്ത് 157 രൂപ, അതായത് 12 ഹവേഴ്സിനുള്ളിൽ 157 രൂപ 50 പൈസയാണ് കിട്ടുന്നതെങ്കിൽ 100 PV ഒരു കട്ട് ഓഫിൽ, അതായത് 12 ഹവേഴ്സിനുള്ളിൽ 100 MBV ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ 63,000 രൂപ നമുക്ക് എടുക്കാൻ പറ്റും ഹാഫ് ഡേ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 1,26,000 രൂപ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 10 ദിവസത്തേക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12,60,000 രൂപ 10 ദിവസം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. സെൽഫ് റീപർച്ചേസ്, നമ്മളെ വീട്ടിലേക്ക് വേണ്ട ആ സാധനങ്ങളെല്ലാം തന്നെ അതിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ നമുക്ക് വേണ്ടത് അത് അതിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ പർച്ചേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 10 ദിവസത്തെ ഇൻകം 12,60,000 രൂപ. അങ്ങനെയാണെങ്കിൽ 30 ദിവസം 60 സൈക്കിൾ, 30 ദിവസം 60 ക്രോസിംഗ് ആണ്. അങ്ങനെ 30 ദിവസം ടോട്ടലി നമുക്ക് കിട്ടുമ്പോൾ 37,80,000 രൂപ ഒരു മാസം നമുക്ക് എടുക്കാൻ പറ്റും. ബിസിനസ് മൈൻഡുള്ള ആളുകൾ ചെയ്യുന്നതോ, എന്റെ ID, എന്റെ വൈഫിന്റെ ID, എന്റെ മക്കളുടെ ID, 3 ID 4 ID വെക്കും. 3 IDയിലും പാടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 1 CR എബോ നേടിയെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കണം, ഇത് ചെറിയൊരു പ്ലാറ്റ്ഫോം അല്ല. അങ്ങനെയാണെങ്കിൽ 100 PV into 2 സൈക്കിൾ 12 മാസത്തേക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഒരൊറ്റ ഐഡിയയിലാണ് പറയുന്നത്. 12 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4,53,60,000 രൂപ. എത്രയാണ്? 4,53,60,000 രൂപ ഒരു വർഷം കൊണ്ട് നമുക്ക് നേടാൻ പറ്റും. വളരെ വളരെ സിമ്പിൾ ആയിട്ട്, ഒരു റിസ്കും ഇല്ലാതെ, ഒരു ഇൻവെസ്റ്റും ഇല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റർനാഷണൽ ട്രിപ്പ് കമ്പനി പ്ലാൻ ചെയ്ത് തന്നിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മുടെ സൈറ്റിൽ, നമ്മൾ രജിസ്റ്റർ ചെയ്ത സൈറ്റിൽ ഒരു 3 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ലക്ഷം രൂപ എങ്ങനെ മേടിക്കണം? ഫാമിലി ബോണസ് മിനിമം 44 ഫാമിലി ബോണസ് മേടിക്കുന്ന സമയത്ത് നമുക്ക് കമ്പനി തായ്ലൻഡിലേക്ക് ഒരു 4 നൈറ്റും 5 ഡേയ്സും നമുക്ക് സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് അടിച്ചു പൊളിക്കാനൊരു അവസരം തന്നിട്ടുണ്ട്. എൻജോയ് ചെയ്യാൻ. ഞാൻ എന്താ പറഞ്ഞത്? ആരോഗ്യവും സമ്പത്തും ഇത് രണ്ടും വരുമ്പോ എൻജോയ് വരുന്നു. ഇത് രണ്ടും വരുന്നുണ്ട്. ഈ രണ്ടും ഇവിടെ റെഡിയാണ്. മൂന്നാമത്താണ് ഈ പറയുന്നത്, ഇതും ഇവിടെ റെഡിയാ. പാസ്പോർട്ട് ഇല്ലാത്തവർ പാസ്പോർട്ട് റെഡിയാക്കി ഇടണം. പോരാ, LRP എന്ന പകരം, അതായത് ലോയൽറ്റി റിവാർഡ് പോയിന്റ് എന്ന് പറയും. നമ്മളുടെ തായ്ലൻഡിന്റെ ട്രിപ്പിന്റെ ബാലൻസ് വരുന്നത് ഈ ക്യാരി ഫോർവേഡ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ദുബായ്, ഹോങ്കോങ്, മലേഷ്യ, സിംഗപ്പൂർ, എന്ത് വേണ്ട ഏതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലേക്ക് കമ്പനി റെഡി ആയി കഴിഞ്ഞു എന്നുള്ളത്. നമ്മൾ റെഡി ആയാൽ മതി, നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ്. ഇതിലൂടെ, ഈ ഒരു കമ്പനിയിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് കാണുന്ന 6,800 രൂപ ഫാമിലി ബോണസ് ഇല്ലാത്തൊരു സമയം 3 വർഷം, വളരെ കാലങ്ങൾക്ക് മുമ്പൊന്നല്ല, ഒരു 3-3.5 വർഷം മുമ്പ് നമ്മുടെ ടീമില് 5,025 രൂപ വെച്ചിട്ട് 10 മാസം കൊണ്ട് 1 CR നേടിയ ലെജൻഡ് ആയിട്ടുള്ള, വളരെ ഗ്രേറ്റബിൾ ആയിട്ടുള്ള, ഏത് കൊടുങ്കാറ്റ് വന്നാലും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെയൊക്കെ ഗ്രേറ്റ് മാൻ്റെ നമ്മുടെ മനോജ് മുരളീധരൻ സാർ, തൃപ്പൂണിത്തുറക്കാരനാണ്. അദ്ദേഹം 10 മാസം കൊണ്ട് 1 കോടി നേടി. ഇന്ന് 3 വർഷം പിന്നിട്ടപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 3 കോടിക്ക് മുകളിൽ ഇൻകം മേടിച്ചു. ഞാൻ പറഞ്ഞു 5,025 രൂപ വെച്ചിട്ടാണ് അന്ന് 10 മാസം കൊണ്ട് നേടിയതെങ്കിൽ ഇന്നിവിടെ 1 മാസം കൊണ്ട് 4.5 കോടിക്ക് മുകളിൽ ഇൻകം വരുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എത്തിച്ചേർന്നത് ദൈവനിയോഗമാണ്. എത്തിപ്പെട്ടത് നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ്. കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. പലരും പല രീതിയിലും വരും, പല തള്ളിച്ചകളും വരും. പിടിച്ചു നിൽക്കുക,
കൂടെ നിൽക്കുക, വിജയിപ്പിച്ച് കാണിച്ചു തരാം. അതിന് തീരുമാനങ്ങൾ. എന്റെ